സുവർണബുദ്ധൻ. ഔദ്യോഗികമായി ഫ്രാഫുത്ത മഹാസുവർണ പതിമാക്കോൺ എന്നറിയപ്പെടുന്ന ഈ ബുദ്ധപ്രതിമ മാരവിജയ മുദ്രയിലിരിക്കുന്ന സ്വർണശില്പമാണ്. ഏകദേശം 5.5 ടൺ 12,125 പൗണ്ട് ഭാരമുള്ള ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ഖരസ്വർണ്ണ ബുദ്ധപ്രതിമയായി കണക്കാക്കപ്പെടുന്നു. ഇത് തായ്ലൻഡിലെ ബാങ്കോക്കിലെ വാട്ട് ട്രൈമിറ്റ് ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ പ്രതിമയുടെ യഥാർത്ഥ മൂല്യം മറച്ചുവെക്കുന്നതിനായി അതിനെ സ്റ്റക്കോയും നിറമുള്ള ഗ്ലാസും ഉപയോഗിച്ച് മൂടിയിരുന്നു. ഏകദേശം 200 വർഷത്തോളം ഇത് അങ്ങനെ തന്നെ തുടരുകയും പിന്നീട് ചെറിയ പ്രാധാന്യമുള്ള ഒരു പഗോഡയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. 1955-ൽ പ്രതിമ മാറ്റുന്നതിനിടെ പ്ലാസ്റ്റർ പാളി പൊട്ടിയപ്പോൾ അതിനകത്തൊളിഞ്ഞിരുന്ന തിളങ്ങുന്ന സ്വർണ്ണ ബുദ്ധപ്രതിമ പുറത്തുവന്നു. ഇന്ന് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഖരസ്വർണ്ണശില്പം എന്ന നിലയിൽ പ്രശസ്തമാണ്. കൂടാതെ ഇതിന്റെ ആന്തരിക സ്വർണ്ണമൂല്യത്തെ അടിസ്ഥാനമാക്കി മതപരമായ വസ്തുക്കളിൽ ഏറ്റവും വിലയേറിയതായും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ചിട്ടുണ്ട്. പ്രതിമയുടെ ഉത്ഭവം വ്യക്തമായി അറിയപ്പെട്ടിട്ടില്ല. 13 മുതൽ 14 നൂറ്റാണ്ടുകളിലെ സുഖോദായ് ശൈലിയിൽ ഇത് നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. എങ്കിലും ഇത് പിന്നീട് നിർമ്മിച്ചതാകാനും സാധ്യതയുണ്ട്. പ്രതിമയുടെ തല മുട്ടയുടെ ആകൃതിയിലുള്ളതാണ്. ഇത് സുഖോദായ് കലയുടെ ഏറ്റവും പരിപക്വവും വികസിതവുമായ ഘട്ടത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. സുഖോദായ് ശില്പകല ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രത്തിന്റെ സ്വാധീനത്തിൽ വളർന്നതാണ്. പ്രത്യേകിച്ച് പല കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധന്റെ ലോഹശില്പങ്ങൾ വ്യാപകമായി കയറ്റുമതി ചെയ്തിരുന്നതും പരിഗണിക്കുമ്പോൾ ഈ പ്രതിമയിൽ ആ സ്വാധീനം പ്രതിഫലിക്കുന്നതായി കരുതപ്പെടുന്നു. പിന്നീട് ഈ പ്രതിമ 1403-ൽ സുഖോദായിൽ നിന്ന് അയുത്തയയിലേക്ക് മാറ്റിയിരിക്കാമെന്നാണ് വിശ്വാസം. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിവാദപരമായ രാംഖാംഹേങ് ശിലാഫലകത്തിൽ ഈ പ്രതിമയെക്കുറിച്ച് പരാമർശമുണ്ടാകാമെന്നാണ്. ആ ശിലാഫലകത്തിലെ 23 മുതൽ 27 വരെ വരികളിൽ സുഖോദായ് നഗരത്തിന്റെ മധ്യത്തിൽ ഒരു സ്വർണ്ണ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നതായി പറയുന്നുണ്ട്. ഇത് വാട്ട് ട്രൈമിറ്റ് സുവർണ ബുദ്ധനെ സൂചിപ്പിക്കുന്നതായിരിക്കാമെന്നാണ് ചിലരുടെ വ്യാഖ്യാനം. ഒരു ഘട്ടത്തിൽ പ്രതിമ മോഷണം ഒഴിവാക്കുന്നതിനായി പൂർണ്ണമായും പ്ലാസ്റ്റർ കൊണ്ട് മൂടിയിരുന്നു. സ്റ്റക്കോയുടെ കട്ടിയുള്ള പാളി ഉപയോഗിച്ച് മൂടി പിന്നീട് അത് പെയിന്റ് ചെയ്ത് നിറമുള്ള ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. 1767-ൽ ബർമീസ് അധിനിവേശക്കാർ അയുത്തയ രാജ്യം നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലാസ്റ്റർ പാളി ചേർത്തിരിക്കാമെന്നാണ് കരുതുന്നത്. അതിനാൽ പ്രതിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ ആയുത്തയയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഏറെക്കാലം മറഞ്ഞുകിടന്നു. രാമ മൂന്നാമൻ രാജാവിന്റെ 1824 മുതൽ 1851 വരെ ഭരണകാലത്ത് ഇപ്പോഴും പൂർണ്ണമായും സ്റ്റക്കോ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഈ പ്രതിമ ബാങ്കോക്കിലെ വാട്ട് ചോട്ടാനാരത്തിന്റെ വാട്ട് ഫ്രായ ക്രായി എന്നും അറിയപ്പെടുന്നു പ്രധാന ഹാളിൽ പ്രധാന ബുദ്ധപ്രതിമയായി സ്ഥാപിച്ചു. ആയിരക്കണക്കിന് ബുദ്ധപ്രതിമകൾ തലസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും അതിലെ ആശ്രമങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്ത സമയത്ത് സമാനമായ ശൈലിയിലുള്ള മറ്റു വലിയ ബുദ്ധപ്രതിമകൾക്കൊപ്പം ഈ ചിത്രവും സുഖോദായി, സി സച്ചനലായി എന്നിവയുടെ വടക്കൻ കേന്ദ്രങ്ങളിൽ നിന്ന് ബാങ്കോക്കിലേക്ക് കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ചിത്രങ്ങളിൽ ചിലത് രാജകുടുംബത്തിലെ അംഗങ്ങളും പ്രഭുക്കന്മാരും സ്ഥാപിച്ചതോ പുനഃസ്ഥാപിച്ചതോ ആയ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ രാജാക്കന്മാർ ഔപചാരികമായി അനുവദിച്ചു. അതിനാൽ രാമ മൂന്നാമൻ രാജാവിന്റെ അടുത്ത സേവനമനുഷ്ഠിച്ച ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായ ഫ്രായ ക്രായി കോശയ്ക്ക് അദ്ദേഹം സ്ഥാപിച്ച വാട്ട് ചോട്ടാനാരം ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാ ചിഹ്നങ്ങളായി 2 വലിയ ബുദ്ധ പ്രതിമകൾ സ്വന്തമാക്കാനും സ്ഥാപിക്കാനും രാജകീയ അനുമതി ലഭിച്ചതായി വിശ്വസിക്കുന്നു. ആധുനിക ഏഷ്യാറ്റിക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ചൈന ഡൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ട് ചോട്ടനാരം കേടുപാടുകൾ സംഭവിച്ച് അടച്ചുപൂട്ടിയപ്പോൾ 1935-ൽ പ്രതിമ അടുത്തുള്ള വാട്ട് ട്രാമിറ്റിലേക്ക് മാറ്റി. അക്കാലത്ത് വാട്ട് ട്രാമിറ്റ് ചെറിയ പ്രാധാന്യമുള്ള ഒരു പഗോഡയായിരുന്നു, ബാങ്കോക്കിൽ നിലവിലുള്ള 100 കണക്കിന് മറ്റ് ബുദ്ധക്ഷേത്രങ്ങളെപ്പോലെ. പ്രതിമ സ്ഥാപിക്കാൻ പര്യാപ്തമായൊരു കെട്ടിടം ക്ഷേത്രത്തിനില്ലായിരുന്നതിനാൽ അത് 20 വർഷത്തോളം ഒരു ലളിതമായ തകര മേൽക്കൂരയിൽ സൂക്ഷിച്ചിരുന്നു. ഈ പ്രതിമയുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഏകദേശം 200 വർഷമായി മറന്നുപോയിരുന്നു.